In today's class, we are going to discuss about biomaterials. Biomaterials is any substance that has been engineered to interact with the biological system for medical purpose, either therapeutic or a diagnostic one. That is, ഒരു മെഡിക്കൽ ആപ്ലിക്കേഷൻസിനോ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസിനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് ബയോമെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണിൽ യൂസ് ചെയ്യുന്ന കോണ്ടാക്ട് ലെൻസസ്, അതേപോലെ മൗത്ത് ബ്രേസസ്, പല്ലിന് ക്ലിപ്പ് ഇടില്ലേ, അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബോൺ ഫ്രാക്ചേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ, ആ മെറ്റീരിയൽസ് ഒക്കെ എന്താണ്? ബയോമെറ്റീരിയൽസ് ആണ്. ആൻഡ് ദി സ്റ്റഡി ഓഫ് ബയോമെറ്റീരിയൽ ഈസ് കോൾഡ് ബയോമെറ്റീരിയൽ സയൻസ് ഓർ ബയോമെറ്റീരിയൽ എഞ്ചിനീയറിംഗ്. And biomaterial science encompasses elements of medicine, biology, chemistry, tissue engineering and material science. Next, ഇതൊക്കെയാണ് ബയോമെറ്റീരിയൽ. നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ മൗത്ത് ബ്രേസേഴ്സ് ഉണ്ട്, ദന്തൽ ഇംപ്ലാന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, റൂട്ട് കനാൽ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതേപോലെ ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ബയോമെറ്റീരിയൽസ് ആണ്. ഹാർട്ട് വാൾവായിട്ട് യൂസ് ചെയ്യുന്നത്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, നീ റീപ്ലേസ്മെൻറ്റിന്, ഫിംഗർ ജോയിൻറ്റ് ഇംപ്ലാന്റ്സ്, ഇതൊക്കെ ബയോമെറ്റീരിയൽസ് ആണ്. അതേപോലെ കാത്തറ്റേഴ്സ്, സ്റ്റെൻസ്, കോണ്ടാക്ട് ലെൻസസ്, ഇതൊക്കെ എന്താണ്? ബയോമെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ കാത്തറ്റേഴ്സ്, സ്റ്റെൻസ് എന്നൊക്കെ പറഞ്ഞാൽ, സ്റ്റെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈനി ട്യൂബാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റെൻസ്. അതേപോലെ കാത്തറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ യൂറിനറി കാത്തറ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതെന്തിനാണ്? നമ്മൾ യൂറിൻ പാസ്സാവാണ്ട് വരും, പുറത്ത് പോകാണ്ട് വരുന്ന സമയത്ത്, പിന്നെ കിഡ്നി സ്റ്റോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും നെർവ് പ്രോബ്ലമോ ഉണ്ടെങ്കിൽ യൂറിൻ പുറത്ത് പോവില്ല. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാത്തറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ബാഗ് കണക്ട് ചെയ്ത്, ഒരു ബാഗ് ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതാണ് ഏത് ഉപയോഗിച്ചിട്ടാണ്? യൂറിനറി കാത്തറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് യൂറിൻ പുറത്തേക്ക് പോകുന്നത്. സോ ഇതൊക്കെയാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ എന്താണ്? ഈ ഇവിടെ യൂസ് ചെയ്ത എല്ലാ ഡിവൈസും എന്ത് മെറ്റീരിയൽസ് ആണ്? ബയോമെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ബയോകോമ്പatibility? Biocompatibility is a general term describe the property of a material being compatible with living tissues. അതായത് ഒരു മെറ്റീരിയൽ, ഇപ്പം കോണ്ടാക്ട് ലെൻസ് ആണെങ്കിൽ ആ കോണ്ടാക്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് നോട്ട് ബയോകോമ്പatible. അപ്പം അങ്ങനെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഒരു നമ്മളെ ശരീരമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല ആ മെറ്റീരിയൽസ്. അങ്ങനെയുള്ള മെറ്റീരിയൽ അങ്ങനെ ഇൻഫെക്ഷൻസൊന്നും ഉണ്ടാവുന്നില്ല, ഒരു നമ്മുടെ ശരീരമായിട്ട് വേറെ റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ആ മെറ്റീരിയൽ എന്താണ്? ബയോകോമ്പatible മെറ്റീരിയലാണ്. And biocompatible material do not produce a toxic or immunological response when exposed to the body or body fluid. അതായത് ബോഡിയോട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാവുകയോ ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് എ ബയോകോമ്പatible മെറ്റീരിയൽ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയോമെറ്റീരിയൽ. ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ കെമിക്കൽ റിക്വയർമെൻറ്റ്സും ഉണ്ട്. ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഹാർഡ് മെറ്റീരിയൽസ്, അതേ നെക്സ്റ്റ് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ. ചില മെറ്റീരിയൽസ് എന്താണ്? ഹാർഡ് മെറ്റീരിയൽസ് ആണ്, പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. ദെൻ കെമിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബയോകോമ്പatible ആയിരിക്കണം. ദാറ്റ് ഈസ് മസ്റ്റ് നോട്ട് റിയാക്ട് വിത്ത് എനി ടിഷ്യൂ ഇൻ ദ ബോഡി. ടിഷ്യൂ ആയിട്ടൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു ടിഷ്യൂ ആയിട്ടും റിയാക്ട് ചെയ്യാൻ പാടില്ല. കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചാൽ ടോക്സിക് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ലോങ് ടേം റീപ്ലേസ്മെൻറ്റ് മസ്റ്റ് നോട്ട് ബി ബയോഡിഗ്രേഡബിൾ. ദാറ്റ് ഈസ് നമ്മളിപ്പം ഷോർട്ട് യൂസേജ് ഉണ്ട്, അതായത് ബയോമെറ്റീരിയൽ ഷോർട്ട് ടേമിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ മീഡിയം ടേമിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലോങ് ടേമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് ടേമിൽ യൂസ് ചെയ്യുന്ന കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യേണ്ട ഡിവൈസ് ബയോഡിഗ്രേഡബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മൾ ആ ഒരു ഡിവൈസിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യില്ല. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ബയോഡിഗ്രേഡബിൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ലോങ് ടേം ഡിവൈസസ് ഒക്കെ എന്താകാൻ പാടില്ല? ബയോഡിഗ്രേഡബിൾ ആവാൻ പാടില്ല. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബയോമെറ്റീരിയൽസ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻസ് ഓൺ ദ ബേസ് ഓഫ് മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ബയോമെറ്റീരിയൽ ഡിവൈസ് നിർമ്മിച്ചില്ല അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗ്ലൂക്കോൺ അതൊക്കെ എന്താണ്? നാച്ചുറലായിട്ട് അതായത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് നാച്ചുറൽ ബയോമെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ബയോമെറ്റീരിയൽ വിച്ച് ആർ നാച്ചുറലി അവൈലബിൾ ആർ കോൾഡ് ആസ് natural biomaterial. And synthetic biomaterial എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ്
ഇൻ എ ലാബോറട്ടറി ഓർ ഇൻ എ ഇൻഡസ്ട്രി ബൈ ഹ്യൂമൻ എഫേർട്ട്. അതായത് നമുക്ക് ലാബോറട്ടറിയിലോ ഇൻഡസ്ട്രിയിലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്, സിന്തറ്റിക് ബയോമെറ്റീരിയൽ എന്ന് പറയുന്നത്. നാച്ചുറലി ആയിട്ട് അവൈലബിൾ ഉള്ള മെറ്റീരിയൽസിനാണ് നാച്ചുറൽ ബയോമെറ്റീരിയൽസ് എന്ന് പറയും. ഇനി സിന്തറ്റിക് ബയോമെറ്റീരിയൽ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോളിമേഴ്സ്, സെറാമിക്സ്, കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആൻഡ് മെറ്റൽസ്. ഈ 4 വിധത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിന്തറ്റിക് ബയോമെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് മെറ്റാലിക്സ് എന്ന് പറയുമ്പം ടൈറ്റാനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ക്രോമിയം, നിക്കൽ, അതൊക്കെ എന്താണ് മെറ്റാലിക് ബയോമെറ്റീരിയൽസിൽ യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഓർത്തോപീഡിക്, ഡെന്തൽ ഇംപ്ലാന്റ്സിന്, പിന്നെ നമുക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ യൂസ് ചെയ്യുന്നില്ലേ ബോൺ ഫ്രാക്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്. സോ അവിടെയൊക്കെ എന്താണ് മെറ്റൽ ബയോമെറ്റീരിയൽസ് ആണ്. പിന്നെ അതേപോലെ പോളിമേഴ്സ് ഉണ്ട്. പോളിമേഴ്സ് ലൈക്ക് പോളിമീത്തേൽ മെത്താക്രൈലേറ്റ്, ദാറ്റ് ഈസ് ഇപ്പം ബോൺ സിമെൻറ്റ്, നമ്മളെ ജോയിൻറ്റ്സ് ഒക്കെ തമ്മിൽ, ഒരു ജോയിൻറ്റും ഒരു ബോൺ ജോയിൻറ്റ്സും ഒന്ന് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തമ്മിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബോൺ സിമെൻറ്റ്, അതൊക്കെ എന്താണ് പോളിമർ ബയോമെറ്റീരിയലാണ്. അതേപോലെ ഡ്രഗ് ഡെലിവറി ഡിവൈസസിൽ, അതായത് നമ്മൾ ക്യാപ്സ്യൂളൊക്കെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ് ഡെലിവറി ഡിവൈസൊക്കെ പോളിമർ ബയോമെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേപോലെ പോളി ഈഥൈൽ കീറ്റോണൊക്കെ പോളിമേഴ്സിൽ വരുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് സെറാമിക്സ് എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ്, അതേപോലെ ഹൈഡ്രോക്സി അപ്പിറ്റേറ്റ്, അതൊക്കെ എന്താണ് സെറാമിക്സ് ആണ്. ആ മെറ്റീരിയൽസ് ആണ് സെറാമിക് ബയോമെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബോൺ റീപ്ലേസ്മെൻറ്റിന്, ഹാർട്ട് വാൾസിന്, ഡെന്തൽ ഇംപ്ലാന്റ്സിനൊക്കെ സെറാമിക് ബയോമെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോമ്പോസിറ്റ് ബയോമെറ്റീരിയൽസ് ആണ്. കോമ്പോസിറ്റ് ബയോമെറ്റീരിയൽസ് എന്ന് പറയുന്നത് പിന്നെ ബയോസെൻസേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, കെമിക്കൽ സബ്സ്റ്റൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്.